അവസരത്തിലാവുന്നതിനെ സംബന്ധിച്ച് വളരെ കാര്യങ്ങൾക്ക് സാമ്പത്തികമായിട്ട് സഹായം ചെയ്തിരിക്കുന്നത് മിസ്റ്റർ എബ്രഹാം ജോസഫ് ജോസഫ് ഗോപിചന്ദ് ഫിലിപ്പ് MC വിനീത് ബിജു വർഗീസ് തോമസ് കുര്യൻ ജോയ് PT എന്നിവർക്ക് വേണ്ടി അവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആന്റണി വർഗീസ് സീരി തോമസ് കുര്യൻ എന്നിവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ ജന്മദിനത്തിന്റെ എല്ലാ ആശംസകളും നേർന്നുകൊള്ളുകയും ചെയ്യുന്നു. എത്രയും മഹത്വമുള്ള ഞങ്ങളുടെ മധ്യസ്ഥനായിരിക്കുന്നതായ പിതാവേ, അങ്ങേ പരിശുദ്ധതയും പരലോകത്തിൽ അനുഭവിക്കുന്ന മഹത്വത്തെയും ചിന്തിച്ചുകൊണ്ട് ഞങ്ങൾ ആശ്ചര്യപ്പെടുന്നു. ആകയാൽ ഞങ്ങളെ അങ്ങേ വന്ദിച്ച് ഞങ്ങളെ നീക്കിയ സ്വന്തം കഴിവുകളായ കാഴ്ചവെച്ച് ഞങ്ങളുടെ ശരീരത്തിന്റെ ആത്മാവിലും ഉടത്തെയും അങ്ങേ ഏൽപ്പിച്ചുകൊള്ളുന്നു. ഞങ്ങളുടെ ശരീരത്തെയും അതിന്റെ പരിചയത്തെയും കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ ആത്മാവിനെയും അതിന്റെ ശക്തികളെയും കാത്തുകൊള്ളണമേ. ആദരങ്ങളെയും ആത്മാവും ദൈവത്തിരുമനസ്സോടൊന്നിച്ചിരിക്കണം. ഞങ്ങളുടെ ആന്തരികവും ബാഹ്യവുമായ ഇന്ദ്രിയങ്ങളും ദൈവത്തിരുമനസ്സോടൊന്നിച്ചിരിക്കുവാൻ വേണ്ട അനുഗ്രഹം നൽകണമേ. അങ്ങേ തിരുനാൾ ആഘോഷിക്കുന്ന ഇന്ന് ഞങ്ങളുടെ പ്രധാന മധ്യസ്ഥനായിട്ടും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്ന ആളായിട്ടും അങ്ങേ ഞങ്ങൾ തെരഞ്ഞെടുക്കുന്നു. ഇനിമേൽ അങ്ങയുടെ ദിവസൽ സുഖസൽ ഉച്ചവെങ്കിലും ചെയ്യാത്ത ദിവസമുണ്ടായിരിക്കുകയില്ല. എല്ലായ്പ്പോഴും പ്രത്യേകം ഞങ്ങൾ വന്ന നേരത്തിലും ഞങ്ങളെ കാത്തുരക്ഷിച്ച് അങ്ങയോടുകൂടെ പരലോകത്തിൽ ഞങ്ങളെയും കൂട്ടിക്കൊണ്ടുപോയി അങ്ങേ തിരുമുഖത്തിനെയും മണവാട്ടിയെയും കണ്ട് സ്തുതിച്ച് വാഴ്ത്തുവാൻ മനോഗുണം തരുവിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ
അവതരിച്ച വചനത്തിന് ജീവിതം സമ്പൂർണ്ണമായി സമർപ്പിച്ച മാറിയോസേവനോടും നിർമ്മലതയോടെ ബലിയർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ദൈവം. അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകും അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചോട് നിൽക്കുന്ന സഭയിൽ ഞങ്ങളെ നിരന്തരം സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ എല്ലാത്തിന്റെയും കർത്താവാകുന്നു, സകലത്തിന്റെയും നാഥായ ദൈവം.
സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ നയിക്കും. സപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുജനനും ബലവാനും അവർദ്ധനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനപ്പോൾ ഞങ്ങളെ പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ നയിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. ആവുന്നത്ര വിശുദ്ധനെ വിളിച്ചു പറയുക, കാഹളം പോലെ സ്വരമുയർത്തുക. എന്റെ ജനത്തോടെ അവരുടെ അതിക്രമങ്ങൾ, യാക്കോബിന്റെ ഭവനത്തോടെ അവരുടെ പാപങ്ങൾ വിളിച്ചു പറയുക. നീതി പ്രവർത്തിക്കുകയും തങ്ങളുടെ ദൈവത്തിന്റെ കൽപ്പനകൾ ലംഘിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ജനത എന്നോണം അവർ ദിവസേന എന്നെ അന്വേഷിക്കുകയും എന്റെ മാർഗം കേൾക്കുന്നതിൽ സന്തോഷിക്കുകയും ചെയ്യുന്നു. അവർ എന്നോട് നീതിവിധികൾ ആരായുന്നു, ദൈവത്തോട് അടുക്കാൻ താല്പര്യം കാണിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ എന്തിനു ഉപവസിച്ചു, അങ്ങ് കാണുന്നില്ലല്ലോ. ഞങ്ങൾ എന്തിന് ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തി, അങ്ങനെ ശ്രദ്ധിക്കുന്നില്ലല്ലോ. എന്നാൽ ഉപവസിക്കുമ്പോൾ നിങ്ങൾ സ്വന്തം സുഖമാണ് തേടുന്നത്. നിങ്ങളുടെ വേലക്കാരെ നിങ്ങൾ പീഡിപ്പിക്കുന്നു. കലഹിക്കുന്നതിനും ശണ്ട കൂടുന്നതിനും ക്രൂരമായി മുഷ്ടി കൊണ്ട് ഇടിക്കുന്നതിനും മാത്രമാണ് നിങ്ങൾ ഉപവസിക്കുന്നത്. നിങ്ങളുടെ സ്വരം ഉന്നതത്തിലെത്താൻ ഇത്തരം ഉപവാസം ഉപകരിക്കുകയില്ല. ഇത്തരം ഉപവാസമാണോ ഞാൻ ആഗ്രഹിക്കുന്നത്? ഒരു ദിവസത്തേക്ക് ഒരുവനെ എഴുതപ്പെടുന്ന ഉപവാസം. ഞാനെ പോലെ തലക്കണിക്കുന്നതും ചാക്കു പിരിച്ച് ചാരവനെതിരെ കിടക്കുന്നതും ആണോ അത്? ഇതിനെയാണോ നിങ്ങൾ ഉപവാസമെന്നും കർത്താവിന് സ്വീകാര്യമായ ദിവസമെന്നും വിളിക്കുക? ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും നുഖത്തിന്റെ കയറുകൾ അഴിക്കുകയും മർദ്ദിതരെ സ്വന്തമാക്കുകയും എല്ലാ നുഖങ്ങളും പൊടിക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം. വിശക്കുന്നവനായി ആഹാരം പങ്കുവയ്ക്കുകയും ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുന്നതല്ലേ അത്? അപ്പോൾ നിന്റെ വെളിച്ചം പ്രഭാവം പോലെ പൊട്ടിവിരിയും. നീ വേഗം സുഖം പ്രാപിക്കും. നിന്റെ നീതി നിന്റെ മുൻപിലും കർത്താവിന്റെ മഹത്വം നിന്റെ പിൻപിലും നിന്നെ സംരക്ഷിക്കും. നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരങ്ങളും. നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാനെന്ന് അവിടുന്ന് മറുപടി തരും. മർദ്ദനവും കുറ്റാരോപണവും ദുർഭാഷണവും നിന്നിൽ നിന്ന് ദൂരെയാക്കുക. വിശക്കുന്നവർക്ക് ഉദാരമായ വസ്തു കൊടുക്കുകയും പീഡിതർക്ക് സംതൃപ്തി നൽകുകയും ചെയ്താൽ നിന്റെ പ്രകാശം അന്ധകാലത്തിൽ ഉദിക്കും. ദൈവമേ
അതുവഴി ആത്മശരീരങ്ങൾക്ക് പകരുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളെ സ്തുതിക്കുന്നതിനും അങ്ങയോടെ കാരണത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവീശ്വരായി നയിക്കും. രണ്ടാം വായന വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം 12 വാക്യങ്ങൾ 1 മുതൽ 11 വരെ. ആകയാൽ സഹോദരരെ, ദൈവത്തിന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുകയും ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുകയും ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. എനിക്ക് ലഭിച്ചിരിക്കുന്ന കൃപയാൽ പ്രേരിതരായി നിങ്ങളോട് ഞാൻ പറയുന്നു, ഉള്ളതിലധികം മേന്മ ആരും ഭാവിക്കരുത്. മറിച്ച് ദൈവം ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന വിശ്വാസത്തിന്റെ അളവനുസരിച്ച് വിവേകപൂർവം ചിന്തിക്കുകയും, നമുക്ക് ഒരു ശരീരത്തിൽ അനേകം അവയവങ്ങൾ ഉണ്ടല്ലോ, എല്ലാ അവയവങ്ങൾക്കും ഒരേ ധർമ്മമല്ല. അതുപോലെ നാം പലരാണെങ്കിലും ക്രിസ്തുവിൽ ഏക ശരീരമാണ്. എല്ലാവരും പരസ്പരം ബന്ധപ്പെട്ട അവയവങ്ങളുമാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപയനുസരിച്ച് നമുക്കുള്ള ദാനങ്ങളും വ്യത്യസ്തങ്ങളാണ്. പ്രവചനപരം വിശ്വാസത്തിന് ചേർന്നതിലും പ്രവചിക്കുന്നതിലും, ശുശ്രൂഷാപരം ശുശ്രൂഷ നിർവഹണത്തിലും, അധ്യാപനപരം അധ്യാപനത്തിലും, ഉപദേശപരം ഉപദേശത്തിലും നമുക്ക് ഉപയോഗിക്കാം. ദാനം ചെയ്യുന്നവൻ ഔദാര്യത്തോടെയും, നേതൃത്വം നൽകുന്നവൻ തീക്ഷ്ണതയോടെയും, കരുണ കാണിക്കുന്നവൻ പ്രസന്നതയോടെയും പ്രവർത്തിക്കട്ടെ. നിങ്ങളുടെ സ്നേഹം നിഷ്കളങ്കമായിരിക്കട്ടെ. തിന്മയെ ദ്വേഷിക്കുകയും നന്മയെ മുറുകെ പിടിക്കുകയും, നിങ്ങൾ അന്യോന്യം സഹോദരത്വം സ്നേഹിക്കുകയും പരസ്പരം ബഹുമാനിക്കുന്നതിൽ ഓരോരുത്തരും മുന്നിട്ട് വയ്ക്കുകയും, തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുകയും.
സുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവിന്റെ പരിശുദ്ധ സുവിശേഷം. തിരുനാളിന്റെ അവസാന മഹാദിനത്തിൽ യേശു എഴുന്നേൽക്കുന്നത് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവി ഒഴുകും. അവൻ ഇത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കുവാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ്. അതുവരെയും ആത്മാവ് നൽകപ്പെട്ടിട്ടില്ലായിരുന്നു. എന്നാൽ യേശു അതുവരെയും മഹത്വീകരിക്കപ്പെടുന്നില്ല. യേശു വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല. അവന് ജീവന്റെ പ്രകാശമുണ്ടായിരിക്കും. അപ്പോൾ ഫരിസയർ പറഞ്ഞു, നീ തന്നെ നിനക്ക് സാക്ഷ്യം നൽകുന്നു, നിന്റെ സാക്ഷ്യം സത്യമല്ല. യേശു പ്രതിഫലിച്ചു, ഞാൻ തന്നെ എനിക്ക് സാക്ഷ്യം നൽകിയാലും എന്റെ സാക്ഷ്യം സത്യമാണ്. കാരണം ഞാൻ എവിടെ നിന്ന് വന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും എനിക്ക് അറിയാം. എന്നാൽ ഞാൻ എവിടെ നിന്ന് വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ വിധി മാനുഷികമാണ്. ഞാൻ ആരെയും വിധിക്കുന്നില്ല. ഞാൻ വിധിക്കുന്നെങ്കിൽ തന്നെ എന്റെ വിധി സത്യമാണ്. കാരണം ഞാൻ തനിച്ചല്ല, എന്നെ അയച്ച പിതാവും എന്നോട് കൂടെയുണ്ട്. രണ്ടുപേരുടെ സാക്ഷ്യം സത്യമാണെന്ന് നിങ്ങളുടെ നിയമത്തിൽ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ. എന്നെ കുറിച്ച് ഞാൻ തന്നെ സാക്ഷ്യം നൽകുന്നു. എന്നെ അയച്ച പിതാവും എന്നെ കുറിച്ച് സാക്ഷ്യം നൽകുന്നു. അപ്പോൾ അവർ ചോദിച്ചു, നിന്റെ പിതാവ് എവിടെയാണ്? യേശു പറഞ്ഞു, നിങ്ങൾ എന്നെയാകട്ടെ എന്റെ പിതാവിനെ ആകട്ടെ അറിയുന്നില്ല. എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്റെ പിതാവിനെയും അറിയുമായിരുന്നു. ദേവാലയത്തിൽ ഭണ്ഡാരത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവരിതെല്ലാം പറഞ്ഞത്. എന്നാൽ ആരും അവനെ പിടിച്ചില്ല, കാരണം അവന്റെ സമയം ഇനിയും വന്നു ചേർന്നിട്ടില്ലായിരുന്നു. വിശുദ്ധ യോസേപ്പിതാവിന്റെ മരണത്തിനാണ് ആഘോഷിക്കുന്നത്. ആരാലും അറിയപ്പെടാതെ മറ്റുള്ളവർക്ക് വേണ്ടി അറിഞ്ഞു പ്രവർത്തിച്ചവരായിരുന്നു വിശുദ്ധ യോസേപ്പിതാവ്. വിശുദ്ധ ജനതയിൽ അധികമൊന്നും വിശുദ്ധ യോസേപ്പ് സംസാരിക്കുന്നില്ല. രക്ഷകന്റെ വളർത്തച്ഛനായിരുന്നിട്ടും വലിയ കാര്യങ്ങൾ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും വിശുദ്ധ യോസേപ്പിനെ കുറിച്ചൊന്നും ഈ വിശുദ്ധത്തിന്റെ അധികമൊന്നും പരാമർശിക്കുന്നതായിട്ട് നാം കാണുന്നില്ല. ഒരു സാധാരണക്കാരനായ ഒരു പച്ച മനുഷ്യൻ, എന്നാൽ ഓരോ ദിവസവും പലപ്പണി ചെയ്ത് അധ്വാനിച്ച് തന്റെ കുടുംബം കൂട്ടി പുലർത്തുന്നതായിട്ടാണ് നാം കാണുക. ഒരു സാധാരണ മനുഷ്യൻ ദൈവത്തിന്റെ സ്വപ്നം എന്താണെന്ന് അറിയിക്കണമെന്ന് രക്ഷകന് സംരക്ഷണമേകുവാനുമാണ് വിശുദ്ധ യോസേപ്പിതാവ് ജീവിച്ചിരുന്നത്. അതിനുവേണ്ടി മാത്രം തന്റെ ജീവിതം മാറ്റിവെച്ചവനായിരുന്നു വിശുദ്ധ യോസേപ്പിതാവ്. അദ്ദേഹത്തെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ നമുക്ക് ഊന്നി പറയുവാനായിട്ട് സാധിക്കും. വിശുദ്ധ യോസേപ്പിതാവ് ഒരു കുറ്റബോധമുള്ളവനായിരുന്നു. വിശുദ്ധ യോസേപ്പിതാവ് ഒരു കുറ്റബോധമുള്ളവനായിരുന്നു. തെറ്റ് ചെയ്തിട്ടല്ല, മറിച്ച് മക്കളെ വാർത്ത അറിയിക്കുമ്പോൾ മണവാളനായ വിശുദ്ധ യോസേപ്പിനെ ഞെട്ടിപ്പിക്കുന്ന വാർത്ത ദൈവദൂതൻ സന്ദേശമായി അറിയിച്ചപ്പോൾ യോസേപ്പിതാവ് തന്റെ ഭാര്യയെ ആദ്യം രഹസ്യമായി ഉപേക്ഷിക്കുവാനായിട്ട് തീരുമാനിച്ചു. ഈ ഒരു കുറ്റബോധം യോസേപ്പിതാവിനുണ്ടായിരുന്നു. ഗോസ്പൽ അക്കോർഡിംഗ് ടു ക്രൈസ്റ്റ് എന്ന ഒരു നോവൽ, ആ നോവലില്
വിശുദ്ധ യോസേഫിനെ കുറിച്ച് പറയുന്നത് യോസേഫ് പിതാവ് ജീവിതത്തിലുടനീളം ഒരു കുറ്റബോധമുള്ളവനായിരുന്നു എന്നാണ്. അത് പറയുക ഒരു നീതിമാന്റെ കുറ്റബോധമാണ്. ഒരു നീതിമാന്റെ കുറ്റബോധം ദൈവം ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ട് മറിച്ച് ചിന്തിച്ചു പോയതിലുള്ള ഒരു കുറ്റബോധം. ഒരിക്കലും യോസേഫ് പിതാവ് തെറ്റു ചെയ്തിട്ടില്ല, മറിച്ച് ദൈവിക പദ്ധതികളെ മറിച്ച് ചിന്തിച്ചല്ലോ എന്നുള്ള ഒരു നീതിമാന്റെ കുറ്റബോധം. നസ്രത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലുമെല്ലാം ഒരുമിച്ച് പരസ്പരം സ്നേഹത്തില് ഒരുമിച്ച് ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്തിട്ട് മാസങ്ങൾക്ക് ശേഷം അതേ സ്നേഹത്തിന്റെ ആഴത്തിൽ ജീവിക്കാൻ കഴിയാതെ പോകുന്ന സമൂഹത്തിന്റെ ഇടയിലാണ് വിശുദ്ധ യോസേഫ് പിതാവ് ഒരു മാതൃകയായി മാറുക. ഭാര്യയെ സ്നേഹിക്കുവാനും ഭർത്താവിനെ സ്നേഹിക്കുവാനും മക്കളെയും സഹോദരങ്ങളെയും അമ്മയെയും ഒക്കെ സ്നേഹിക്കാൻ കഴിയാതെ പോകുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിൽ വിശുദ്ധ യോസേഫ് പിതാവ് ഒരു മാതൃകയാണ്. നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ മാതാപിതാക്കന്മാരെയും മക്കളെയും സഹോദരങ്ങളെയും ജീവിത പങ്കാളികളെയും ഒക്കെ വേണ്ട രീതിയിൽ സ്നേഹിക്കുവാനും സംരക്ഷിക്കുവാനും പരിപാലിക്കുവാനും സാധിക്കുന്നില്ല എങ്കിൽ ഈ നീതിമാന്റെ ഒരു കുറ്റബോധം നമുക്ക് ഉണ്ടാവണമെന്ന് വിശുദ്ധ യോസേഫ് പിതാവിന്റെ തിരുനാമത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ മക്കള് വലുതാകുമ്പോൾ മാതാപിതാക്കളെ ഉപേക്ഷിക്കുകയും നോക്കുന്നില്ല എങ്കിൽ അവരെ വേണ്ട രീതിയിൽ പരിചരിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ മക്കൾക്ക് കുറ്റബോധം ഉണ്ടാവണം. അതാണ് വിശുദ്ധ യോസേഫ് പിതാവിന്റെ തിരുനാളിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുക. വിവാഹം കഴിച്ച പെണ്ണിനെയും ജനിപ്പിച്ച മക്കളെയും വേണ്ട രീതിയിൽ പരിചരിക്കാതെ മുഖത്തും കുടിച്ചു വന്ന് രാത്രിയിൽ വന്ന് ഉപദ്രവിക്കുന്ന അപ്പന്മാരുണ്ടെങ്കിൽ അവർക്ക് കുറ്റബോധം ഉണ്ടാവണം. മാതാപിതാക്കളുടെ സ്നേഹം പറഞ്ഞുകൊണ്ട് അവരറിയാതെ തെറ്റായ ബന്ധങ്ങളില് മധ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമപ്പെട്ട് കഴിയുന്ന മക്കൾ ഉണ്ടായെങ്കിൽ കുറ്റബോധം ഉണ്ടാവണമെന്ന് വിശുദ്ധ യോസേഫ് പിതാവിന്റെ തിരുനാൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമതായിട്ട് യോസേഫ് പിതാവ് ഒരു ഭാഗ്യപ്പെട്ട മനുഷ്യനായിരുന്നു. വിശുദ്ധ യോസേഫ് പിതാവിന് നൽകുന്ന വിശേഷ ഗുണങ്ങൾ നിരവധിയാണ്. നീതിമാനെന്നും സ്വപ്നം കാണുന്നവരെന്നും നല്ല അപ്പനെന്നും നല്ല തൊഴിലാളിയെന്നും തിരുകുടുംബത്തിന്റെ പാലകനെന്നും തിരുകുടുംബത്തിന്റെ കാവൽക്കാരനെന്നും മധ്യസ്ഥനെന്നും സംരക്ഷകനെന്നും ഇങ്ങനെ ഒരു നീന്തകൻ തന്നെ നാം വിശുദ്ധ യോസേഫിന് വിശേഷണമായി കൊടുക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ വടക്കവാസ പുസ്തകങ്ങളിൽ നൽകിയിരിക്കുന്ന വിശേഷണം വളരെ സുന്ദരമായ ഒരു വിശേഷണമാണ്. ഭാഗ്യപ്പെട്ട വിശുദ്ധ യോസേഫ്. ഒരു ലോട്ടറി അടിച്ചതുകൊണ്ടല്ല വിശുദ്ധ യോസേഫിനെ ഭാഗ്യപ്പെട്ട യോസേഫ് എന്ന് വിളിക്കുക. നമ്മുടെ നാട്ടിൽ ആരെയാണ് നാമൊക്കെ ഭാഗ്യപ്പെട്ടവൻ ഭാഗ്യവാനെന്ന് വിളിക്കുക? ഏറ്റവും വലിയ ലോട്ടറി എടുത്ത് കോടികൾ അടിച്ച് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന വ്യക്തികളെ നാം ഭാഗ്യപ്പെട്ടവരെന്ന് വിളിക്കും. എന്നാൽ നമ്മുടെയൊക്കെ ഇടയിലുള്ള പൊതുപണക്കാരെയും അല്ലെങ്കിൽ അന്യനാടുകളിൽ പോയി അല്പം പണമൊക്കെ ഉണ്ടാക്കി വന്ന് പത്രാസം കാണിക്കുന്ന വ്യക്തികളെയൊക്കെ നമ്മൾ ഭാഗ്യവാനെന്ന് വിളിക്കും. എന്നാൽ വിശുദ്ധ യോസേഫ് പിതാവിനെ ഭാഗ്യപ്പെട്ടവരെന്ന് വിളിക്കുന്നത്, ഭാഗ്യവാനെന്ന് വിളിക്കുന്നത് അദ്ദേഹത്തിന്റെ ലോട്ടറി അടിച്ചതുകൊണ്ടോ അദ്ദേഹം വലിയ ധനവാനായിരുന്നതുകൊണ്ടോ അല്ല. ഇതൊക്കെ സാധാരണക്കാരനായ ഒരു യോസേഫിന് ഇത്രമാത്രം യോജിച്ച ഒരു പേര് നൽകണമെങ്കിൽ ദൈവത്തിന്റെ വളർത്തുപിതാവും സംരക്ഷകരുമായി മാറ്റപ്പെട്ടു എന്നുള്ളതുകൊണ്ട് ദൈവപുത്രനായ ക്രിസ്തുവിന്റെ വളർത്തുപിതാവായിട്ട് ഭാഗ്യപ്പെട്ട യോസേഫ് പിതാവിനെ മാറ്റിയതുകൊണ്ടാണ് ഭാഗ്യപ്പെട്ടവരെന്ന് വിശുദ്ധ യോസേഫിന് പേര് വീണത്. അവിഹിതത്തിന്റെ മുൻമുറയിൽ നിൽക്കുന്ന സ്ത്രീയെ തന്റെ ഭാര്യയായി സ്വീകരിക്കേണ്ടി വന്നവനാണ് വിശുദ്ധ യോസേഫ്. ശത്രുക്കളായ ശത്രുക്കളൊക്കെ കൊട്ടിയടക്കപ്പെട്ടപ്പോൾ നാണമില്ലാത്ത ഒരു ഊരുകണ്ണിയെ പോലെ ഓച്ചാനിച്ച് നിൽക്കേണ്ടി വന്നവനാണ് വിശുദ്ധ യോസേഫ്. ചാണകത്തിലും വൈക്കോൽ കൂട്ടത്തിലുമൊക്കെ ഇടയിൽ തന്റെ ഭാര്യയ്ക്ക് വിളക്കുവാൻ പോകുന്ന മുഞ്ചിന് വേണ്ടി ഒരു വൈകാട്ടിയെ പോലും കണ്ടെത്തുവാൻ സാധിക്കാതെ
കണ്ണീരൊഴുക്കി കാത്തു നിൽക്കേണ്ടി വന്നവനാണ് വിശുദ്ധ യോസേപ്പ് പിതാവ്. പ്രസവശേഷവും അമ്മയും കുഞ്ഞിനെയും കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ച് കണ്ണീരൊഴുക്കി കൊണ്ടുനിന്ന വിശുദ്ധ യോസേപ്പ് പിതാവ് ഭാഗ്യപ്പെട്ടവനെന്ന് വിളിക്കപ്പെടുന്നതെങ്കിൽ ദൈവപുത്രന്റെ വളർത്തുപിതാവാകുവാനായിട്ട്, സംരക്ഷകനാകുവാനായിട്ട് ദൈവം അവരെ തിരഞ്ഞെടുത്തതുകൊണ്ടാണ്. ജീവിതത്തിന്റെ ഒരു രാത്രി പോലും നന്നായി ഇറങ്ങുവാൻ സാധിക്കാതെ കരയാത്ത ഒരൊറ്റ ദിവസം പോലും അദ്ദേഹത്തിന് ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ടാവില്ല. കാരണം തന്റെ സംരക്ഷണത്തിന് ഏൽപ്പിക്കപ്പെട്ടിരുന്ന ഭാര്യയെയും കുഞ്ഞിനെയും വേണ്ട രീതിയിൽ സംരക്ഷിക്കുവാൻ കഴിയാതെ പോയതിനുള്ള ഒരു കുറ്റബോധം, ഒരു നീതിമാന്റെ കുറ്റബോധം. പിന്നെ എന്തുകൊണ്ടാണ് ഭാഗ്യപ്പെട്ട യോസേപ്പ് എന്ന് വീണ്ടും വീണ്ടും നാം ആവർത്തിച്ചു വിളിക്കുക? വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ക്രിസ്തുവിന്റെ കണ്ണിൽ ഭാഗ്യപ്പെട്ടവൻ ആരാണ്? ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ശാന്തശീലരായവർ ഭാഗ്യവാന്മാർ, നീതിക്ക് വേണ്ടി വിശപ്പും ദാഹവും സഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ. നീതിക്ക് വേണ്ടി പീഡനങ്ങൾ ഏൽക്കുകയും അവഹേളനങ്ങൾ ഏൽക്കുകയും ചെയ്യുമ്പോൾ, ആരോപണങ്ങൾ ഏറ്റുവാങ്ങുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരാണ് ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ മുമ്പിൽ ഭാഗ്യവാന്മാരെന്ന് വിളിക്കപ്പെടുക. പ്രിയമുള്ളവരെ, നിങ്ങൾ ഇന്ന് വേദനിക്കുന്നവരാണോ? സമരങ്ങളും പീഡനങ്ങളും പ്രശ്നങ്ങളും ഓർത്ത് കഴിയുന്നവരാണോ? എന്നാൽ ദൈവം നിങ്ങളോട് പറയും, ഇന്ന് നിങ്ങൾ ഭാഗ്യവാന്മാരാണ് എന്ന്. ലോകം വച്ചു കിട്ടുന്ന ഭാഗ്യം ഒരു സുനാമിയെ കൊണ്ടോ ഒരു കൊടുങ്കാറ്റോ കൊണ്ടോ ഒരു വെള്ളപ്പൊക്കം കൊണ്ടോ തീർന്നു പോകാം. എന്നാൽ ക്രിസ്തുവിന്റെ കണ്ണിലെ ഭാഗ്യപ്പെട്ടവൻ എന്നും നിലനിൽക്കുന്ന വ്യക്തിയാണ് എന്ന് ഈ യോസേപ്പ് പിതാവിന്റെ തിരുനാൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു വിശേഷണം നമുക്ക് പറയുവാൻ സാധിക്കുക. നമ്മൾ മുമ്പേ ധ്യാനത്തിന്റെ വേളയിൽ നമ്മൾ കണ്ടതാണ്, വിശുദ്ധ യോസേപ്പ് പിതാവ് ഒരു നല്ല അപ്പനായിരുന്നു. നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നവരൊക്കെ നല്ല അപ്പന്മാരാണ്, നല്ല അമ്മമാരാണ്, നല്ല ഭാര്യമാരാണ്, നല്ല ഭർത്താക്കന്മാരാണ്, നല്ല സഹോദരന്മാരും സഹോദരിമാരും ഒക്കെയാണ്. എന്നാൽ ഒരു നല്ല അപ്പൻ, ഒരു നല്ല അമ്മ, ഒരു നല്ല സഹോദരൻ, ഒരു സഹോദരി ആകണമെങ്കിൽ അല്പം ബുദ്ധിമുട്ടുണ്ട്. നല്ല ഒരു സഹോദരനോ നല്ല ഒരു അപ്പനോ അമ്മയോ ഭാര്യയോ ഭർത്താവോ ഒക്കെ ആകണമെങ്കിൽ അല്പം ബുദ്ധിമുട്ടുണ്ട്. വിശുദ്ധ യോസേപ്പിനെ പോലെ മക്കളെ നന്നായി വളർത്തുന്ന, വിശുദ്ധിയിൽ വളർത്തുന്ന നല്ല ഒരു അപ്പനാകണം, ഒരു അമ്മയാകണം നാം ഓരോരുത്തരും. മക്കൾക്ക് അമിത സ്വാതന്ത്ര്യം നൽകിയെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അമിതമായ സ്വാതന്ത്ര്യവും അമിതമായ ധാരണയും നൽകി വളർത്തുന്ന മാതാപിതാക്കന്മാർ അവരെ വളർത്തുന്നതിന് പകരം ഒരുപക്ഷെ അവരെ തളർത്തുകയല്ലേ ചെയ്യുക എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്റെ ഡാഡി കള്ളം പറയുന്നു എന്ന ഒരു ചിത്രീകരണമുണ്ട്. അതിൽ ഒരു കൊച്ചുകുട്ടി, ഒരു കൊച്ചു പെൺകുട്ടി പറയുന്നത് ഇപ്രകാരമാണ് തന്റെ അപ്പനെ കുറിച്ച്: തൊഴിലില്ലാത്തപ്പോൾ തൊഴിലുണ്ട് എന്ന് എന്റെ ഡാഡി കള്ളം പറയാറുണ്ട്. ഹോട്ടലിൽ എന്നെയും കൊണ്ട് കയറുമ്പോൾ വിശപ്പുണ്ടായിരുന്നിട്ടും വിശപ്പില്ല എന്ന് എന്റെ ഡാഡി എന്നോട് കള്ളം പറഞ്ഞിട്ടുണ്ട്. ക്ഷീണമുള്ളപ്പോഴും ക്ഷീണം തോന്നുമ്പോഴും ക്ഷീണമില്ല എന്ന് ഞങ്ങളെ കാണിക്കുവാനായിട്ട് ഡാഡി ക്ഷീണമില്ല എന്ന് പലപ്പോഴും ഞങ്ങളോട് കള്ളം പറഞ്ഞിട്ടുണ്ട്. എന്റെ അപ്പൻ കള്ളം പറഞ്ഞത് എനിക്ക് വേണ്ടിയാണ്, എന്റെ സന്തോഷത്തിന് വേണ്ടിയാണ്, എന്റെ സംതൃപ്തിക്ക് വേണ്ടിയാണ്, എന്റെ നിർവൃതിക്ക് വേണ്ടിയാണ്, എന്റെ ആനന്ദത്തിന് വേണ്ടിയാണ് എന്റെ അപ്പൻ എന്നോട് കള്ളം പറയുന്നത് പറഞ്ഞത്. പ്രിയമുള്ളവരെ, വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിലുള്ള അപ്പന്മാരെ ഓർക്കുന്നത് നല്ലതാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഒത്തിരിയേറെ സഹനാനുഭവങ്ങളിലൂടെയും തിക്താനുഭവങ്ങളിലൂടെയും വിരഹവേദനകളിലൂടെയും സങ്കടത്തിന്റെ മുഹൂർത്തങ്ങളിലെയും ഒക്കെ കടന്നു പോകുമ്പോൾ സ്വയം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കാതെ ഞാൻ എന്റെ കടമ മാത്രം നിർവഹിച്ചതേയുള്ളൂ എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് കടന്നു പോകുന്ന ഒരു അപ്പൻ നമ്മുടെ കുടുംബങ്ങളുണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. തന്റെ കുടുംബത്തിലും ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി സ്വയം എല്ലാം വേട്ടായെന്ന് വെച്ചുകൊണ്ട് മാറ്റിവെച്ചുകൊണ്ട് മാറി വെക്കുമ്പോഴും പ്രിയമുള്ളവരെ, തിരുകുടുംബത്തിന്റെ മനോഹരമായ കാഴ്ച എന്ന് പറയുന്നത് ഇതൊക്കെയാണ്.
തന്റെ സംരക്ഷണത്തിന് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന കുടുംബങ്ങളെ എല്ലാ സഹനങ്ങളിലൂടെയും കടന്നു പോകുമ്പോഴും മറ്റുള്ള കുടുംബാംഗങ്ങളെയും തന്റെ സംരക്ഷണത്തിന് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന മക്കളെയും കുടുംബത്തെയും സന്തോഷത്തിൽ കൊണ്ടുപോകുവാനായിട്ട് പരിശ്രമിക്കുന്നവരാണ് യഥാർത്ഥ അപ്പൻ. അങ്ങനെയുള്ള ഒരു അപ്പനായി മാറുവാനായിട്ടാണ് ഈശോ ഇന്ന് ഓരോരുത്തരെയും വിളിക്കുക. വിശുദ്ധ യോസേഫിനാവിന്റെ ഈ തിരുനാള് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. വിശുദ്ധ യോസേഫിനെ പോലെ ഭാഗ്യപ്പെട്ട ഒരു അപ്പനായി തീരുവാനായിട്ട്, ഭാഗ്യപ്പെട്ട ഒരു വ്യക്തിയായി തീരുവാൻ നമുക്ക് ഓരോരുത്തരുടെ സാധ്യതയെ അതിന് നിർമ്മിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർ പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായ രീതിയിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടി നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. പരിശുദ്ധ കന്യകാമറിയത്തെ സംരക്ഷിക്കാൻ ദാവീദിന്റെ ഭവനത്തിൽ നിന്നും മാറിയ യോസേഫിനെ തിരഞ്ഞെടുത്ത ദൈവമേ, സഭയോടൊപ്പം ചിന്തിക്കാനും അവരുടെ സംരക്ഷണത്തിനും വളർച്ചയ്ക്കും വേണ്ടി ജീവിതം സമർപ്പിക്കാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നസറത്തിലെ കുടുംബത്തിൽ ഈശോയെ പരിപാലിച്ചു വളർത്തിയ ആ യോസേഫിനെ പോലെ വിശ്വാസത്തിലും വിശുദ്ധിയിലും തങ്ങളുടെ മക്കളെ ദൈവോന്മുഖരായി വളർത്തുവാൻ എല്ലാ മാതാപിതാക്കളെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തിരുകുടുംബത്തെ പുലർത്താൻ നിരന്തരം അധ്വാനിച്ച ആ യോസേഫിനെ പോലെ തൊഴിലിനോട് വിശ്വസ്തത പുലർത്താനും അതിൽ അർത്ഥവും ആനന്ദവും കണ്ടെത്താനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദൈവസ്ഥലത്തിന് കാതോർത്ത് ജീവിച്ച ആ യോസേഫിന്റെ മാതൃകയിൽ ദൈവഹിതത്തിന് സ്വയം സമർപ്പിച്ച് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ സഭാതലങ്ങൾക്ക് ശക്തി നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മിശിഹായുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പയെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ ഉപാധ്യക്ഷ മെത്രാനായ മാർ തോമസ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് കർത്താവെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവായ മിശിഹായെ നിന്റെ കൃപയാൽ ഞങ്ങളെല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. സംരക്ഷണയും ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു ഈശോയെ അനുസരണത്തിന്റെയും പ്രാർത്ഥനയുടെയും അധ്വാനത്തിന്റെയും ജീവിതം നയിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവം ഞങ്ങളെ ഫലമേൽപ്പിക്കുന്ന ചുമതലകൾ നിന്റെ വളർത്തുകാവിനെ പോലെ വിശ്വസ്തയോടെ നിറവേറ്റുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. സകലത്തിന്റെയും നാഥായ നയിക്കും. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ പ്രമാസമുദ്രത്തിൽ നമ്മുടെ കടകളുടെയും പാപങ്ങളുടെയും കർമ്മ കഴിക്കണേ.
ഞങ്ങളങ്ങയിൽ
സഹോദരങ്ങളെ, ഈ കൃപവനായ ദൈവങ്ങളോടെ പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സമർത്ഥമായ അനുഗ്രഹങ്ങളെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും ഭാവികളുമായിരുന്നിട്ടും ഞങ്ങളെ കാരുണ്യാനുഗ്രഹത്താൽ യോഗ്യരാക്കി നൽകിയതാലും സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അവയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളൊക്കെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരനെ, മിശിഹായ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുകയും നമുക്കെല്ലാവർക്കും എല്ലാവരോടും വിശുദ്ധിയോടുകൂടെ കർത്താവിനെയും അവിടെ അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുകയും ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ പോലെ ആശ്ചര്യപ്പെടുന്നു. പുരോഹിതന്റെ മാധ്യസ്ഥ വഴി സമാധാന സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വതന്ത്രേക്ക് ഉയർത്തി നിശബ്ദരായും ഏകാഗ്രതയോടും ഭക്തിയോടുകൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ.
പരിശുദ്ധാത്മാവുമായ സർവീശ്വരൻ അവയുടെ മഹത്വമേറിയ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ ആവുകളിൽ നിന്ന് പ്രബന്ധനയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും വർദ്ധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അവകാശിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാത്മാരുടെ 10,000 മഹോന്നതനായ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും വിനോദികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അവയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരൂപികളുമായി പ്രവീണന്മാരോടും സ്നാപകന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു.
സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ അവരോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ ഈ ദിവ്യരഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണങ്ങൾ ആചരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി വിഭജിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു. പാപമോചനത്തിനായ നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്നു എന്റെ ശരീരം നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് കാസയുമെടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്കു നൽകിക്കൊണ്ട് അരുളി ചെയ്തു. പാപമോചനത്തിനായ അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എന്റെ രക്തം ആകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്യുവിൻ. നിങ്ങളെന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ
എന്റെ നമ്മെ പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് ഞങ്ങൾക്കും ഞങ്ങളുടെ ഇടവകയ്ക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും നൽകിയിരിക്കുന്നത്. എന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പ്രതിച്ചുപോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായിരുന്ന ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ച് ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായി അപേക്ഷപ്പെടുത്തുകയും എന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമറിയുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവുമായി മാർഗ്ഗം ഞങ്ങളുടെ സഭയുടെ പിതാവുമായ ഞങ്ങളുടെ പിതാവുമായ പുരോഹിതന്മാർ, സംസാരാൻ സമർപ്പിതന്മായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, അധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീകന്മാരുടെയും രക്തസാക്ഷികളുടെയും അന്ധതരുടെയും ബഹുമാനത്തിലും അവയുടെ ശ്രദ്ധയിൽ പ്രീതിജനകമായി സംവർത്തിച്ച് നീതിമാന്മാരും വിശുദ്ധരുമായി എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് വീടനാമത്തിൽ വേർതിരിഞ്ഞു പോയി എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങളാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു അവരെല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയും പലവിധ രോഗങ്ങളാലും വേദനകളാലും ആശുപത്രികളിലും കുടുംബങ്ങളിലും കഴിയുന്നവർക്ക് വേണ്ടിയും സാമ്പത്തികമായ ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടിയും ഭവനരഹിതരായവർക്ക് വേണ്ടിയും കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടിയും പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും ഇതേ ദിവസം ജന്മദിനം, വിവാഹവാർഷികം, മരണവാർഷികം അനുഷ്ഠിക്കുന്നവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരണത്തെ പ്രത്യാശാപൂർവം കാത്തു നിൽക്കുന്ന ഈ ആരാധനാ സമൂഹത്തിന് വേണ്ടിയും അയോഗ്യനും ഭാവിയും ബലഹീനമായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ പീഠത്തിന്മേ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അത് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ശോഭിശിഹായെ അങ്ങയെ ചൊല്ലുന്നും ഭൂവാസികളിൽ പറയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധമായ ശരീരവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതനും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ ദാനങ്ങളുള്ളവർക്ക് വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയങ്കരവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവെഴുന്നള്ളിയൊന്ന് ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടമകളിക്കും പാവങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പെടുന്നവരെ പ്രത്യാശിക്കുകയും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരുടെ ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നമ്മായി
ജീവിതത്തിലും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള കീടമഹനീയവും വിസ്മയാവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് ഞങ്ങൾ അങ്ങേ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യമായ രക്തത്താൽ രക്ഷിക്കപ്പെടുന്നവയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സ്വർഗത്തിൽ വസിക്കുന്നവനെ അങ്ങയുടെ പക്കലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. ദാസന്മാരുടെ കണ്ണുകൾ നാഥന്റെ പക്കലേക്ക്, ദാസിയുടെ കണ്ണുകൾ നാഥയുടെ പക്കലേക്ക് ഉയർന്നതുപോലെ ദൈവമായ കർത്താവേ, ഞങ്ങളോട് കരുണ, അതുവരെ ഞങ്ങൾ അങ്ങേ തന്നെ നോക്കിയിരിക്കും. കർത്താവേ, ഞങ്ങളോട് കരുണ കാണിക്കണമേ, ഞങ്ങളോട് കരുണ തോന്നണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ, ഈശോമിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥായ ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങിയ ലോകത്തിൽ മുഴുവൻ ജീവൻ നൽകുന്നതാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യ മനുഷ്യന്റെ രക്ഷകളെ നമുക്കെല്ലാവർക്കും ഭക്തരോട് സമീപിക്കാം.
അനുതാപത്തോടെ അപരാധങ്ങൾക്ക് തിരിഞ്ഞും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തലത്തും സഹോദരത്തിന് ക്ഷമിച്ചുകൊണ്ട് നമസ്കാരത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപങ്ങളും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ നിന്റെ സമാധാനവും ശാന്തി ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകളിൽ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന ധനങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രമകരുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശിലകൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമെന്ന് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ നിന്ന് ലഭിച്ചവരോ വിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, Amen.
പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടവരെ ഉപയോഗിക്കുന്നതുപോലെ സൈന്യങ്ങൾ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗ്ഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാപ്തിയും അധികാരവും അങ്ങയുടേതാകുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിലുള്ളതാകുന്നു. ജീവിപ്പിക്കുന്ന അവിടുത്തെ കാരണത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഞങ്ങളുടെ മധ്യസ്ഥനായ മാനവസത്തെ നിന്റെ പ്രാർത്ഥനയാൽ ഞങ്ങൾ തിന്മയിൽ നിന്ന് സംരക്ഷിക്കായി കർത്താവിനെ ഹല്ലേലൂയ പാടി സ്തുതിക്കട്ടെ. സഹോദരരെ, നിത്യജീവൻ നൽകുന്ന തിരുശരീരങ്ങൾ നമുക്ക് സ്വീകരിക്കാം. കുർബാന സ്വീകരണത്തിനായിട്ട് 2 സിസ്റ്റേഴ്സ് അവിടെ മധ്യത്തിലുണ്ടായിരിക്കും. നിങ്ങൾ വരുന്നത് ഒരു ഓർഡറിലായിട്ട് വരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കസേരകൾ നമുക്ക് മൂവ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് ഒരു ചെറിയൊരു ഇട അവിടെ കൊടുക്കാനായിട്ട് ആൾക്കാർ കടന്നു പോകാനായിട്ട് സ്ത്രീകളുടെ ഭാഗത്ത് പ്രത്യേകിച്ചൊരു കസേരകൾ കുറച്ച് മുന്നോട്ട് ആ സിസ്റ്റം നിൽക്കുന്ന ആ ഭാഗത്തായിട്ട് ഇവിടെ ഇട കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഉള്ളിൽ നിന്നല്ല വരേണ്ടത്. ഇവിടെ സ്ത്രീകളുടെ ഭാഗത്ത് ശ്രദ്ധിക്കുക. ഈ സൈഡിൽ നിന്നല്ല, ഈ സൈഡിൽ നിന്ന് ഓരോ കാറ്റഗറിയായിട്ട് പോകുന്നില്ല. ഉള്ളിൽ നിന്ന് ആരും പോകരുത്. ഒരു സൈഡിൽ അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് മുന്നോട്ട് പോകാനും വരാൻ. ഈ സൈഡിലുള്ളവർ സ്ത്രീകൾ ഈ സൈഡിലുള്ളവർ ക്രമപ്രകാരം ഓരോ നിലനിലയായിട്ട് വരാനായിട്ട് പ്രതീക്ഷിക്കുന്നു. ഒരു നില കഴിഞ്ഞതിന് ശേഷം മാത്രം അടുത്ത നിലയിൽ നിന്നുള്ള ആൾക്കാർ മുന്നോട്ട് വരാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട്
സമീപിച്ച് ഇവയിൽ പങ്കുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ താളവായി സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഈ ഓർമ്മത്തിൽ സുന്ദരതവും പരിശുദ്ധവും ജലദായകവും ദൈവികവുമായ രഹസ്യങ്ങളിൽ പങ്കുചേരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകി. ഈ ദാനത്തെ പ്രതി അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. മനുഷ്യവൃത്തത്തിന്റെ പ്രത്യാശയായ വിശുദ്ധായ വിശുദ്ധ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങൾ വെറുക്കുകയും പാപങ്ങൾ മോചിക്കുകയും നിത്യജീവനിൽ ഞങ്ങളെ പങ്കാളികളാക്കുകയും ചെയ്തു. ഈ അമൂല്യദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. നിന്നെ പാലിച്ചു വളർത്തിയ യോസേഫിനെ പോലെ ഈ ഭൂമിയിൽ നിന്നെ ഏറ്റുപറയുന്നതിനും ജീവിതത്തിലൂടെ നിനക്ക് സാക്ഷ്യം വഹിക്കുന്നതിനും ഞങ്ങളെയും സഹായിക്കണമേ. സർവ്വത്തിലെയും നാഥായ നയിക്കും. ഭവിക്കട്ടെ.